സർവീസ് പേഴ്സണുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഒരു റിട്ടൻഷൻ വെച്ചിട്ടില്ല, മെമ്പർഷിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സർവീസിനും മെമ്പർഷിപ്പിനും എല്ലാം നമ്മൾ ആളെ വെച്ചിട്ടുണ്ട്. നമുക്ക് ലീഡർഷിപ്പിന് വേണമെങ്കിൽ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് തന്നെ, ഫസ്റ്റ് PDG ആണ് ലീഡർഷിപ്പിന്റെ ആളായിട്ട് വരുന്നത്. ഫസ്റ്റ് വൈസ് പ്രസിഡന്റിനെ തന്നെ നമുക്ക് ലീഡർഷിപ്പിന്റെ ആളായിട്ട് വെക്കാം. അങ്ങനെ ഒരു GAT ടീം പറയുകയാണെങ്കിൽ GAT ടീമിന്റെ ചെയർപേഴ്സൺ, ക്ലബ് ലെവലിലെ GATന്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് ക്ലബിന്റെ പ്രസിഡന്റ് ആണ്. ഡിസ്ട്രിക്ട് ലെവലിലെ ഗവർണറാണ്. മൾട്ടിപ്പിൾ ലെവലില് മൾട്ടിപ്പിൾ ചെയർപേഴ്സൺ ആണ്. അങ്ങനെ ഏരിയ ലീഡർ, അങ്ങനെ പ്രത്യേക ഒരു ലെവലിലായിട്ട് ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി. താങ്ക് യു. പ്ലീസ്. അപ്പോ ഇതാണ് നമ്മുടെ പുതിയ ടീം. ഈ പുതിയ ടീമിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ എല്ലാവരും വന്നിട്ടുണ്ട്. So it is my greatest pleasure to declare that these lines are duly installed into the respective offices to which they have been elected. Please, എല്ലാ ആൾക്കാരും വന്ന് അവരുടെ കസേരയിൽ ഇരിക്കുക. പ്രസിഡന്റ് മാത്രം ഇങ്ങോട്ടൊന്ന് വരിക. Ruling side of Nirmangal to our incoming presidents and all the presidents. നമ്മുടെ പ്രസിഡന്റ് മുന്നോട്ട് വരണം. ഔട്ട്ഗോയിങ് പ്രസിഡന്റ് മുന്നോട്ട് വന്ന ഓളർ ഊരി സാറിന്റെ കയ്യിൽ കൊടുത്ത് ഒരു നല്ല കൈയടി. ഇരിക്കുന്നതിന് മുമ്പായിട്ട് ഇരിക്കാൻ പറ്റും. സാർ ഇനി ആ ക്യാബിലോട്ട് ഗോങ്ങിലൊന്ന് അനുസരിച്ചാൽ പരിപാടി തുടങ്ങി. അപ്പൊ ഇതോടുകൂടി സാർ അധികാരമേറ്റ് സദാരവും എന്നാലേ ശരിയാവും. ഇതൊക്കെ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ നല്ല രീതിയിൽ ഈ ക്ലബിൽ നയിച്ചുകൊണ്ട് പോകാൻ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങൾ. അപ്പോ ഇതിൽ നിന്നൊന്നുമില്ല, സൗഹൃദമുണ്ട്. പക്ഷേ നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ സ്വീകരിക്കാൻ, ആ ഒരു തലത്തിലേക്കുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകുന്ന ഒരുപാട് പ്രോജക്റ്റുകളിലൂടെ ഇന്ന് അനൗൺസ് ചെയ്തതിന് അതൊന്നും അനൗൺസ്മെന്റ് അല്ല, വ്യക്തമായിട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് എനിക്കറിയാം സ്വീകരിക്കുന്നത് അർത്ഥത്തിൽ പ്രത്യേകം പറയണ്ട. ഗോകുലാമൻ പറഞ്ഞതുപോലെ കാര്യമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് എന്റെ ഡോക്ടർ രവീന്ദ്രനാഥ്. മാത്രമല്ല നല്ല രീതിയിൽ ബഹുമാനുണ്ട്. ബഹുമാനെ കണ്ടാണ് കണ്ടാക്കട തുടങ്ങി വെച്ചത്. ഇന്ന് ജൂൺ 1 ജൂൺ 1 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെലൻ കെല്ലർ ഡേ ആണ്. ഹെലൻ കെല്ലർ ആരാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കാം. 1925 ലയൺസിനെ കാഴ്ച പരിമിതർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്ത് മുന്നോട്ട് വന്ന ധീരയായ കാഴ്ച പരിമിതിയുണ്ടായിരുന്ന ഒരു വിശിഷ്ട അതിനെ പിന്തുടർന്നാണ് നമ്മൾ ബ്ലൈൻഡ് വിഷൻ എന്നുള്ള പ്രോജക്ട് ലയൺസ് ഇന്റർനാഷണൽ അക്സെപ്റ്റ് ചെയ്യുന്നത് നടത്തിപ്പോയി. ഇപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഇന്ന് ഹെലൻ കെല്ലേഴ്സ് ഡേ ആണ്, ജൂൺ 1. ഈ ജൂൺ 1 തന്നെ നമുക്ക് നമ്മുടെ ക്ലബിന്റെ പുതിയ ഇൻസ്റ്റലേഷൻ നടത്താൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഈ ഡിസ്ട്രിക്റ്റില് 2 ക്ലബുകളാണ് ഇന്ന് ഇൻസ്റ്റലേഷൻ നടന്നിരിക്കുന്നത്. ഗ്രീൻ സിറ്റിയും
അപ്പൊ നെടുമങ്ങാട് ലയൺസ് ക്ലബിന്റെ 52ാമത്തെ പ്രസിഡന്റാണ് ഇദ്ദേഹം. അതിനു മുമ്പ് 51 പേരുണ്ടായിരുന്നു, 51 പ്രസിഡന്റുമാരുടെ ഉണ്ടായിരുന്നു. അപ്പൊ നെടുമങ്ങാട് ലയൺസ് ക്ലബിന്റെ എല്ലാവിധ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരുപാട് സംസാരിച്ചിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പാട്ടുകൾ പാലാഴിയായി നിറച്ചുവല്ലോ ഈ മുളം തട്ടിൽ പാട്ടുകൾ പാലാഴിയായി നിറച്ചുവല്ലോ അതിലൂറുമാകണങ്ങൾ കോർത്തു ഉള്ളം കാത്തിരുന്നോ തകരാനി കുറുകിയ വെൺപാക്കളൊക്കെയും അനുരാഗദൂതുമായി പറന്നോ എന്റെ ഞാനറിഞ്ഞില്ല ഏതോ വർണ്ണങ്ങളും നീത്തി മഴയുടെ ഏകാന്ത സംഗീതമാണ് മധുപരോടെ മധുമന്ദമോടെ അരികിൽ വന്നു എന്നോ എന്തേ ഞാൻ